എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജൂൺ 26 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ആണ് LDC എക്സാം. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഈ വർഷം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. സോ ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് LDC റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്വപ്ന ജോലി എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്കുള്ള ഒരു സഹായിയായിരിക്കും ഈ റാങ്ക് ഫയൽ. അപ്പോൾ ഇതിനകത്ത് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ NCERT ഫാക്ടുകളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 3 ഓഡിയോ ആണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com എന്നിവയിലൊക്കെ തന്നെ ഈ റാങ്ക് ഫയൽ ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് 2026 ഉറുഗ്വേയിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ ആയിട്ട് നിയമിതനായ മലയാളി ആരാണ്? അപ്പോൾ എന്താ പറഞ്ഞേ, 2026 എന്താണ് ഉറുഗ്വേയിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ ആയിട്ട് നിയമിതനായ വ്യക്തി ആര് എന്നുള്ളതാണ്. അത് ബിനോയ് ജോർജ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഇദ്ദേഹത്തെ നമ്മൾ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? ഇദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പോൾ 2026 ഉറുഗ്വേയിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ ആയിട്ട് നിയമിതനായത് ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ പേര് ബിനോയ് ജോർജ് എന്നാണ്. അത് വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി ഒരു അവാർഡിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു അവാർഡ്, അതായത് ഭൗതിക ശാസ്ത്രത്തിനുള്ള വുൾഫ് പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ഇപ്പോൾ 2026 എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഇന്ത്യൻ വംശജൻ എന്ത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ത് ചെയ്തിരിക്കുന്നു? വുൾഫ് പ്രൈസ് നേടിയിരിക്കുകയാണ്. ദെൻ ആ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരു റെക്കോർഡ് കൂടിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് പ്രൊഫസർ ജൈനേന്ദ്ര കെ ജെയിൻ. എന്താണ്? പ്രൊഫസർ ജൈനേന്ദ്ര കെ ജെയിൻ എന്നാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. അതായത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പലുകളുടെ എണ്ണം എത്രയായിരിക്കുന്നു? 1000 ആയിരിക്കുകയാണ്. അപ്പോൾ 2026 ജൂൺ മാസത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? 1000 കപ്പലുകൾ എത്തിയിരിക്കുന്നു എന്നൊരു നേട്ടത്തിലേക്ക് വിഴിഞ്ഞം എത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകര താലൂക്കിലാണെന്നുള്ള കാര്യം അറിയാം. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ ഈ വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ വിഴിഞ്ഞത്തെത്തിയ കപ്പലുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണ്? അത് ഷെൻഹുവ 15. ഏതാണ്? ഷെൻഹുവ 15. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കണേ. ഷെൻഹുവ 15 ആണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ എന്ന് പറയുന്നത്. കാരണം അവിടത്തേക്കുള്ള ക്രെയിനൊക്കെ കൊണ്ടുവന്നൊരു കപ്പലാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഷെൻഹുവ 15 എന്ന് പറയുന്നത്. അത് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പലാണ്. ഇനി വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് ഏതാണ്? അപ്പോൾ എന്താണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് ഏതാണ്? അത് സാൻ ഫെർണാണ്ടോ. ഇതാണ് സാൻ ഫെർണാണ്ടോ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പലാണ് വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു തുടങ്ങിയ പോയിന്റ് ഇതാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പലുകളുടെ എണ്ണം എത്രയായിരിക്കുന്നു? 1000 ആയിരിക്കുന്നു. ഇനി വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15 ആണ്. ദെൻ വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറയുന്നത് സാൻ ഫെർണാണ്ടോ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്തൊക്കെ അറിയണം? വിഴിഞ്ഞത്തെത്തിയ 500ാമത്തെ കപ്പൽ ഏതാണ്? വിഴിഞ്ഞത്തെത്തിയ 1000ാമത് കപ്പൽ ഏതാണ്? ഈ 2 കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വിഴിഞ്ഞത്തെത്തിയ 500ാമത്തെ കപ്പൽ എന്ന് പറയുന്നത് MSC വെറോന. ഇതാണ് MSC വെറോന കേട്ടോ. MSC വെറോനയാണ് വിഴിഞ്ഞത്തെത്തിയ 500ാമത്തെ കപ്പൽ. ദെൻ വിഴിഞ്ഞത്തെത്തിയ 1000ാമത്തെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MSC ലൂസിയാന. ഇതാണ് MSC ലൂസിയാനയാണ്. അപ്പോൾ ഇതിന് വളരെ ഗംഭീരമായ സ്വീകരണമൊക്കെയാണ് വിഴിഞ്ഞത്ത് നൽകിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ വിഴിഞ്ഞത്തെത്തിയ പ്രധാനപ്പെട്ട 4 കപ്പലുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇതോടുകൂടി വിഴിഞ്ഞത്ത് 1000 കപ്പലുകൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ MD ആരാണ്? അത് ജെറോമിക് ജോർജ് ആണ്. കാര്യം റീസെന്റ് ആയിട്ടാണ് മാറിയത്. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് ദിവ്യ S അയ്യർ ആണ്. ഇപ്പോൾ ആരാണ്? ജെറോമിക് ജോർജ് ആണ്. സോ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല, യാത്രാരേഖ മാത്രമെന്ന് അടുത്തിടെ പ്രസ്താവന നടത്തിയത് ആരാണ്? അപ്പോൾ എന്താണ് അടുത്തിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു പ്രസ്താവന നടന്നിരിക്കുകയാണ്. എന്താണ് ആ പ്രസ്താവന? ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല. ഇതാണ് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല. പകരം എന്താണത്? യാത്രാരേഖ മാത്രമാണെന്ന് അടുത്തിടെ
പ്രസ്താവന നടത്തിയത് ആരാണ്? അത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയമാണ്. ഒരിക്കലും കോടതിയിലേക്കോ സുപ്രീം കോടതിയാണെന്നോ ഹൈക്കോടതിയാണെന്നോ അങ്ങനെ ഒരു ചിന്ത പോകാൻ പാടില്ല. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം പഠിക്കുക. വിദേശകാര്യ മന്ത്രാലയമാണ് പറഞ്ഞത്. വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞെങ്കിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രി ആരാണ്? അത് എസ് ജയശങ്കർ. അപ്പൊ നമ്മുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ആരാണ്? എസ് ജയശങ്കറാണ്. അപ്പൊ അത് കൃത്യമാണെന്ന് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇനി അതുപോലെ തന്നെ ഏത് അവസരത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ട് സേവാ ദിവസമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് കേട്ടോ. പാസ്പോർട്ട് സേവാ ദിവസം, അതായത് ജൂൺ 24-നാണ് എന്ത് ചെയ്യുന്നത്? പാസ്പോർട്ട് സേവാ ദിവസം ആചരിക്കുന്നത്. അതായത് 1967 പാസ്പോർട്ട് നിയമം എന്ത് ചെയ്ത നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു പാസ്പോർട്ട് സേവാ ദിവസം ആചരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഹൈദരാബാദിലെ ബാപ്പുഘട്ടിനടുത്തുള്ള ഗാന്ധി സരോവർ പദ്ധതിക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രതിരോധ മന്ത്രാലയം പ്രവർത്തനാനുമതി നൽകിയിരിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞേ? ഹൈദരാബാദിലെ ബാപ്പുഘട്ടിനടുത്തുള്ള ഗാന്ധി സരോവർ പദ്ധതി. സോ അവിടെ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. ഗാന്ധി സരോവർ പദ്ധതി നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? എവിടെയാ? ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ തെലങ്കാനയാണ് കേട്ടോ. അപ്പൊ തെലങ്കാനയിലാണ് ഈ പറയുന്ന എന്ത് പദ്ധതി? ഗാന്ധി സരോവർ പദ്ധതി നിലവിൽ വരുന്നത്. സോ ഈ ഒരു ഗാന്ധി സരോവർ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം പ്രവർത്തനാനുമതി എന്ത് ചെയ്തിരിക്കുന്നു? നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഗാന്ധി സരോവർ പദ്ധതിക്ക് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം എന്ത് ചെയ്തിരിക്കുന്നു? പ്രവർത്തനാനുമതി നൽകിയിരിക്കുകയാണ്. ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന ബാപ്പുഘട്ട്, അതായത് ഗാന്ധിജിയുടെ ചിതാഭസ്മം ഒഴുക്കിയ സ്ഥലമാണ് ഈ പറയുന്ന ബാപ്പുഘട്ട് എന്ന് പറയുന്നത്. സോ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ആത്മീയപരമായ, സാംസ്കാരികപരമായ, വിനോദസഞ്ചാരപരമായ ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊപ്പം തന്നെ മൂസി നദിയുടെ എന്താണ് പുനരുജ്ജീവനവും എന്ത് ചെയ്യുന്നുണ്ട്? ലക്ഷ്യം വെക്കുന്നുണ്ട്. സോ അതിലൂടെ ഒരു സാംസ്കാരിക പാരിസ്ഥിതിക കേന്ദ്രമാക്കിയിട്ട് ഈ പറയുന്ന പ്രദേശത്തെ മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആണ് ഈ പറയുന്ന ഗാന്ധി സരോവർ പദ്ധതി. സോ നമ്മളൊരു PSC ആസ്പിരന്റ് എന്ന നിലയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഗാന്ധി സരോവർ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? തെലങ്കാനയിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. വേണമെങ്കിൽ നദിയും പഠിച്ചു വെച്ചോളുക. മൂസി നദിയുടെ തീരത്താണ്. ഇനി നിങ്ങളെ ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്, റാങ്ക് ഫെയിൽ പരിചയപ്പെടുത്തുകയാണ്. അതായത് നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് സിലബസ് ഓറിയന്റ് ആയിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിലൊരു റാങ്ക് ഫെയിൽ പുറത്തിറക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അറിയാനായിട്ട് 85 90 57 57 10 അല്ലെങ്കിൽ 85 90 57 57 12 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ ലഭ്യമായിരിക്കും, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ ലഭ്യമായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് veranda.talengala.com, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് റീസെന്റ് ആയിട്ട് നമുക്കറിയാം ചില രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഭൂകമ്പങ്ങൾ നടക്കാറുണ്ട്. സോ അങ്ങനെ ഭൂകമ്പം നടക്കുന്ന സമയത്ത് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ആ ഒരു മന്ത് വെച്ച്, ഇയർ ആൻഡ് മന്ത് വെച്ച് കൃത്യമായിട്ടൊന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ 2026 ജൂൺ മാസത്തില് ഇരട്ട ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണ്? അപ്പോൾ എന്താണ്? 2026 ജൂൺ മാസത്തിൽ ഇരട്ട ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണ്? വെനസ്വേലയാണ് കേട്ടോ. വെനസ്വേലയാണ്. കൃത്യമായിട്ട് പഠിക്കുക. 2026 ജൂണിൽ ഇരട്ട ഭൂകമ്പം ഉണ്ടായ രാജ്യം എന്ന് പറയുന്നത് വെനസ്വേലയാണ്. ദെൻ അവിടെ എന്താണ് 7-ന് മുകളിൽ എന്താണ് റിക്ടർ സ്കെയിൽ 7-ന് മുകളിൽ തീവ്രതയുള്ള 2 ഭൂകമ്പങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഉണ്ടായിരിക്കുന്നത്. ദെൻ ഈ ഒരു ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 2026 ജൂൺ മാസം എന്താണ് ഇരട്ട ഭൂകമ്പം ഉണ്ടായ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? വെനസ്വേലയാണ്. ഞാൻ പറയുകയാണ്, വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുകയാണ്, ഒരു ഭൂകമ്പം ആണ് അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമാണ് എങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇയറും ആ മന്തും വെച്ച് തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. കാരണം PSC ആ പാറ്റേണിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ ഒരു ടെലസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്തിടെ ഗാലക്റ്റിക് ബൾജ് എന്നറിയപ്പെടുന്ന ക്ഷീരപഥത്തിന്റെ ഹൃദയഭാഗം പകർത്തിയ ദൂരദർശിനി ഏതാണ്? എന്താണ്? അടുത്തിടെ ഗാലക്റ്റിക് ബൾജ് എന്നറിയപ്പെടുന്ന ക്ഷീരപഥത്തിന്റെ ഹൃദയഭാഗം പകർത്തിയ ദൂരദർശിനി ഏതാണ്? അത് യൂക്ലിഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ യൂക്ലിഡ് എന്ന് പറയുന്ന ദൂരദർശിനിയാണ്, കൃത്യമായിട്ട് പഠിക്കുക. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയാണ് ഈ പറയുന്ന യൂക്ലിഡ്. 2023 ജൂലൈയിലാണ് എന്ത് ചെയ്തത്? ഈ യൂക്ലിഡ് എന്ന് പറയുന്ന ടെലസ്കോപ്പ് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം കൂടി പഠിക്കുക കേട്ടോ. അപ്പൊ ആ ഒരു ടെലസ്കോപ്പ് എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ ഗാലക്റ്റിക് ബൾജ് എന്നറിയപ്പെടുന്ന ക്ഷീരപഥത്തിന്റെ ഹൃദയഭാഗം എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തിടെ പകർത്തിയിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ യൂക്ലിഡ് എന്ന് പറയുന്ന ദൂരദർശിനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രപഞ്ചത്തിലെ അദൃശ്യ ദ്രവ്യമായിട്ടുള്ള ഡാർക്ക് മാറ്ററിന്റെയും ഡാർക്ക് എനർജിയുടെ ഒക്കെ സ്വഭാവം പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് വിക്ഷേപിച്ചത്. ദെൻ ഇപ്പൊ ഈ ഒരു ഇത് പകർത്തിയ ഈ ഒരു ചിത്രത്തിലൂടെ, അതായത് ഈ പറയുന്ന നമ്മുടെ ക്ഷീരപഥത്തിന്റെ ഹൃദയഭാഗം പകർത്തിയതിലൂടെ വളരെ
പ്രധാനമായിട്ടുള്ള ചില പഠനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, തുടക്കം കുറിക്കാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ എന്താണ് കണ്ടുപിടുത്തം, നക്ഷത്രങ്ങളുടെ എന്താണ് പുതിയ നക്ഷത്രങ്ങളുടെ രൂപീകരണം, അതുപോലെ നമ്മുടെ ക്ഷീരപഥത്തിന്റെ ഘടന തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു പഠനം നടത്തുന്നതിന് ആ ഒരു പിക്ചർ സഹായകമാകും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗാലക്സിയിലെ ഏറ്റവും സാന്ദ്രതയേറിയ പ്രദേശത്തിന്റെ ഫോട്ടോയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്. സോ അതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 14,000 റൺസ് മറികടന്ന രണ്ടാമത്തെ താരം ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 14,000 റൺസ് മറികടന്ന രണ്ടാമത്തെ താരം ആരാണ്? അത് ജോ റൂട്ട്. ആരാണ്? ജോ റൂട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഇംഗ്ലണ്ടിന്റെ താരമാണ് കേട്ടോ. ഇംഗ്ലണ്ടിന്റെ താരമാണ് ഈ പറയുന്ന ജോ റൂട്ട് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ്? ജോ റൂട്ടാണ് കേട്ടോ. ഒന്നാം സ്ഥാനത്ത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. രണ്ടാം സ്ഥാനത്ത് ജോ റൂട്ടാണ്. മേ ബി ചിലപ്പോ എന്ത് ചെയ്യാം, സച്ചിന്റെ റെക്കോർഡ് മറികടന്നേക്കാവുന്ന ഒരു താരം കൂടിയാണ് ഈ പറഞ്ഞ ജോ റൂട്ട്. അതായത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ആ താരം എന്ന് പറയുന്ന റെക്കോർഡ് ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു താരം കൂടിയാണ് ജോ റൂട്ട്. സോ ഈ ഒരു പേര് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇനി ഒരു വിയോഗമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതായത് 2026 ജൂൺ മാസം അന്തരിച്ച ബെൽജിയൻ ഭൗതിക ശാസ്ത്രജ്ഞൻ. അപ്പോൾ എന്താണ് 2026 ജൂൺ മാസത്തിൽ അന്തരിച്ച വളരെ പ്രശസ്തനായ ഒരു ബെൽജിയൻ ഭൗതിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഫ്രാങ്കോയിസ് എംഗ്ലർട്ട്. എന്താണ്? ഫ്രാങ്കോയിസ് എംഗ്ലർട്ട് എന്നാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇദ്ദേഹത്തെ കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞതിന്റെ കാരണം ഇദ്ദേഹത്തിന് 2013 എന്ത് ചെയ്തിട്ടുണ്ട്, ഭൗതിക ശാസ്ത്ര നൊബൈൽ കിട്ടിയിട്ടുണ്ട്. 2013 ഫിസിക്സ് നൊബൈൽ കിട്ടിയ വ്യക്തിയാണ് ഈ പറയുന്ന ഫ്രാങ്കോയിസ് എംഗ്ലർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇനി മറ്റൊരു വിയോഗം കൂടിയുണ്ട്. അതായത് അടുത്തിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലെബനീസ് പരിസ്ഥിതി പ്രവർത്തക. അപ്പോൾ അടുത്തിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു പരിസ്ഥിതി പ്രവർത്തക, ലെബനീസ് പരിസ്ഥിതി പ്രവർത്തക. അവരുടെ പേരെന്ന് പറയുന്നത് മോണ ഖലീൽ. എന്താണ്? മോണ ഖലീൽ എന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഒരു പരിസ്ഥിതി പ്രവർത്തക എന്നതിനേക്കാൾ ഉപരി ആമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ തന്റെ ജീവിതം മാറ്റി വെച്ചൊരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്, മോന ഖലീൽ എന്ന് പറയുന്നത്. സോ അതുകൂടെ കൃത്യമായിട്ട് പഠിക്കുക. മോന ഖലീൽ അല്ലെങ്കിൽ മോണ ഖലീൽ. സോ ഒന്ന് ചിലപ്പോൾ മേ ബി എങ്ങനെയാണ് നമ്മുടെ പ്രൊനൗൺസിയേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ PSCയിൽ മോണ എന്നായിരിക്കും അല്ലെങ്കിൽ മോന എന്നായിരിക്കും. സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുന്നത്. സോ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങളെ ഞാനൊരു സ്പെഷ്യൽ ടോപ്പിക്ക് പരിചയപ്പെടുത്തുകയാണ്. അതായത് ഇനി വരാനിരിക്കുന്ന പോലീസ് ഡ്രൈവർ, APO ഡ്രൈവർ, CEO ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്കാണ്. അപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് നിലവിൽ 200 രൂപയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ പ്രൈസിൽ 180 രൂപയ്ക്ക് സ്വന്തമാക്കാം. പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ 85 90 57 57 10 അല്ലെങ്കിൽ 85 90 57 57 12 നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് veranza.talentgala.com, അതുവഴിയും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്, 2026 ഉറുഗ്വേയിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ ആയിട്ട് നിയമിതനായ മലയാളി ആരെന്നാണ്, ബിനോയ് ജോർജ് ആണ്. അതിനുശേഷം പറഞ്ഞു ഭൗതിക ശാസ്ത്രത്തിനുള്ള വുൾഫ് പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? പ്രൊഫസർ ജൈനേന്ദ്ര കെ ജയിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പലുകളുടെ എണ്ണം 1000-ആയി. 1000ാമത് കപ്പൽ ഏതാണെന്ന് പറഞ്ഞു അല്ലെ, MSC ലൂസിയാന ആണെന്ന് പറഞ്ഞു. 500ാമത്തെ ആണെങ്കിൽ MSC വെറോന ആണെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് പഠിക്കുക. ആദ്യത്തെ കപ്പലാണെങ്കിൽ ഷെൻഹുവ 15, ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് ആണെങ്കിൽ സാൻ ഫെർണാണ്ടോ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അതിനുശേഷം പറഞ്ഞു ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല, യാത്രാരേഖ മാത്രമാണെന്ന് അടുത്തിടെ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഹൈദരാബാദിലെ ബാപ്പു ഘട്ടിനടുത്തുള്ള ഗാന്ധി സരോവർ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം പ്രവർത്തനാനുമതി നൽകി. സോ അവിടെ നിന്നൊരു കാര്യം പഠിക്കുകയെ, ഗാന്ധി സരോവർ പദ്ധതി എവിടെയാണ്? തെലങ്കാനയിലാണ് അല്ലെ, തെലങ്കാനയിലാണ് നിലവിൽ വരുന്നത്. കൃത്യമായിട്ട് പഠിച്ചേക്കണേ. അതിനുശേഷം ഒരു ഭൂകമ്പത്തെ പറ്റി പറഞ്ഞു. 2026 ജൂൺ മാസം ഒരു രാജ്യത്ത് ഇരട്ട ഭൂകമ്പം ഉണ്ടായി. ഏത് രാജ്യത്താണ്? വെനസ്വേലയിലാണെന്നുള്ള കാര്യം പഠിക്കുക. അതിനുശേഷം യൂക്ലിഡ് എന്ന് പറയുന്ന ടെലസ്കോപ്പിനെ പറ്റി പറഞ്ഞു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആണെന്ന് പറഞ്ഞു. 2023 ജൂലൈ മാസം വിക്ഷേപിച്ച ടെലസ്കോപ്പാണ്. അതെന്ത് ചെയ്തിരിക്കുന്നു, അടുത്തിടെ ഗാലക്റ്റിക് ബൾജ് എന്നറിയപ്പെടുന്ന ക്ഷീരപഥത്തിന്റെ ഹൃദയഭാഗം എന്ത് ചെയ്തിരിക്കുന്നു, പകർത്തിയിരിക്കുകയാണ്. ഭാവിയിൽ ഒരുപാട് പഠനങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു ഇമേജ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, അത് പകർത്തിയിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞത് ജോ റൂട്ടിനെ പറ്റിയാണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 14,000 റൺസ് മറികടന്ന രണ്ടാമത്തെ താരം ആരാണ്? ജോ റൂട്ടാണ്. ആദ്യം പറയേണ്ടല്ലോ, സച്ചിനാണ് കേട്ടോ. അതിനുശേഷം 2 വിയോഗങ്ങൾ പറഞ്ഞു. ഒന്ന് ഫ്രാങ്കോയിസ് എംഗ്ലർട്ട് എന്ന് പറയുന്ന ഒരു
ഭൗതിക ശാസ്ത്രജ്ഞൻ, ബെൽജിയംകാരനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു. 2013 നൊബേൽ പ്രൈസ് വിന്നറാണ്. അതിനുശേഷം പറഞ്ഞത് ഒരു പരിസ്ഥിതി പ്രവർത്തക, അതിനേക്കാളും ആമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജീവൻ ഒഴിഞ്ഞു വെച്ച ഒരു പരിസ്ഥിതി പ്രവർത്തക, പേര് മോന ഖലീലാണ്. അപ്പോൾ ഇതാണ് മോന ഖലീൽ അല്ലെങ്കിൽ മോണ ഖലീൽ. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനാകുന്നത് ആരാണ്? വിശ്വനാഥ് സിൻഹയാണോ, രാജു നാരായണ സ്വാമിയാണോ, ടിങ്കു ബിസ്വാളാണോ, ദെൻ സഞ്ജീവ് കൗശിക് ആണോ? കൃത്യമായിട്ട് ആൻസർ കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 ജൂണിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി ഏതാണ്? അഡോണി, ജോനാഗിരി, മന്ത്രാലയ, അലൂർ. ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ജൂണിൽ വാട്സ്ആപ്പ് ഗ്ലോബൽ മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കുനാൽ ഷായാണ്. ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ദെൻ രണ്ടാമത്തെ ചോദ്യം, 2026 ജൂണിൽ ഇന്ത്യൻ അണ്ടർ-18 വോളിബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായത് ആര് എന്നുള്ളതാണ്. അതായത് ടോം ജോസഫ് ആണ്. സോ ഇത് കൂടെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജൂൺ 26 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.